നമസ്കാരം. CMRL എക്സാലോജിക് സാമ്പത്തിക ഇടപാടിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനെയും മകൾ വീണയെയും കുരുക്കിലാക്കുന്ന അതീവ നിർണായകമായ രേഖകളും പുതിയ കണ്ടെത്തലുകളുമാണ് ഇഡിക്ക് ലഭിച്ചിരിക്കുന്നത്. ഇൻവോയ്സ് പോലും നൽകാതെ വീണ CMRL നിന്ന് ലക്ഷങ്ങൾ കൈപ്പറ്റിയെന്ന വിവരങ്ങൾ ഇഡി അന്വേഷണത്തിൽ പുറത്തുവന്നു. 2017 ജനുവരി മുതൽ ഒക്ടോബർ വരെയുള്ള വെറും 10 മാസ കാലയളവിൽ മാത്രം യാതൊരുവിധ സേവനവും നൽകാതെ 45 ലക്ഷം രൂപയോളമാണ് വീണ സ്വന്തം അക്കൗണ്ടിലേക്ക് വാങ്ങിയെടുത്തത്. ഇതുകൂടാതെ വീണയ്ക്ക് പങ്കാളിത്തമുള്ള രണ്ടാമത്തെ കമ്പനിയായ ലേക്കർ ഇന്ത്യ കോർപ്പറേഷനെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം മുറുകിയതോടെ കേസിന്റെ പ്രാധാന്യം ഇരട്ടിയായിരിക്കുകയാണ്. കേസിലെ പ്രതികളുടെ ബാങ്ക് അക്കൗണ്ടുകൾ കണ്ടുകെട്ടാനുള്ള നടപടികൾ ഇഡി ഉടൻ ആരംഭിക്കാനിരിക്കുകയാണ്. അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി പ്രതികളോട് വിശദീകരണം ചോദിച്ച ശേഷമാകും ഈ ഒരു കണ്ടുകെട്ടൽ നടപടികളിലേക്ക് കടക്കുക. ഇല്ലാത്ത സേവനത്തിന്റെ പേരിൽ കോടികൾ എറിഞ്ഞുകൊടുത്ത കർത്തിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ അന്വേഷണത്തിന്റെ മുന്നേ ഇപ്പോൾ ചെന്ന് നിൽക്കുന്നത് 2016-21 കാലയളവിലെ ഒന്നാം പിണറായി വിജയൻ സർക്കാരിലേക്കാണ്. കള്ളപ്പണം വെളുപ്പിക്കൽ തടയൽ നിയമപ്രകാരം റെയ്ഡിന് പിന്നാലെ പ്രതികളുടെ കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുക്കളും ബാങ്ക് അക്കൗണ്ടുകളുമാണ് ഇഡി മരവിപ്പിച്ചത്. വീണയുടെ സ്വന്തം പേരിലും എക്സാലോജിക് ഉൾപ്പെടെയുള്ള കമ്പനികളുടെ പേരിലുമായി നിക്ഷേപിച്ചിരുന്ന 17.22 ലക്ഷം രൂപയാണ് ഇഡി പൂർണ്ണമായും മരവിപ്പിച്ചത്. കരിമണൽ കമ്പനി ഉടമ ശശിധരൻ കർത്തിയുടെയും അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളുടെയും പേരിലുള്ള ഭീമമായ 26 കോടി രൂപയും ഇഡി മരവിപ്പിച്ച് നിർത്തിയിരിക്കുകയാണ്. ഈ മരവിപ്പിച്ച തുകയും സ്വത്തുക്കളും പൂർണ്ണമായും കണ്ടുകെട്ടുന്നതിനായി അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിയെ ഇഡി സമീപിച്ചിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ ഈ തുക പൂർണ്ണമായും കണ്ടുകെട്ടി നോട്ടീസ് അയക്കുന്നതോടെ വീണ ടിക്കും കുടുംബത്തിനും കടുത്ത തിരിച്ചടിയാകും ലഭിക്കുക. കൂടാതെ വീണയുടെ വീട്ടിൽ നടത്തിയ റെയ്ഡിൽ പിടിച്ചെടുത്ത അത്യാധുനിക ഐഫോണും സാമ്പത്തിക തിരിമറികൾ കുറിച്ചുവെച്ച രഹസ്യ ഡയറിയും കസ്റ്റഡിയിലെടുത്ത കടലാസുകളും ഇഡി ആഴത്തിൽ പരിശോധിച്ചു വരികയാണ്. എങ്ങനെയൊക്കെയാണ് CMRL എന്ന കമ്പനി ഈ കള്ളപ്പണം സിസ്റ്റത്തിലേക്ക് കൊണ്ടുവന്നത് എന്നതിന്റെ ദുരൂഹമായ സർക്കുലർ തട്ടിപ്പ് രീതിയും ഇഡി റിപ്പോർട്ടിൽ വിശദീകരിക്കുന്നുണ്ട്. ചരക്കു നീക്കത്തിന്റെയും ചെളി നീക്കത്തിന്റെയും ചെലവെന്ന വ്യാജേന CMRL ആദ്യം തങ്ങളുടേതുമായി സഹകരിക്കുന്ന ട്രാൻസ്പോർട്ടർമാരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പണം അയക്കുകയായിരുന്നു. പണം അക്കൗണ്ടിൽ വന്ന ഉടൻ തന്നെ ട്രാൻസ്പോർട്ടർമാർ ഈ പണം ബാങ്കിൽ നിന്ന് കറൻസിയായി പിൻവലിക്കുകയാണ്. ഈ പിൻവലിച്ച കള്ളപ്പണം മുഴുവൻ അവർ CMRLലെ ഉന്നത ഉദ്യോഗസ്ഥർക്ക് രഹസ്യമായി തിരികെ കൈമാറുന്നു. ഈ വൻ സാമ്പത്തിക നാടകത്തിന് പങ്കാളിയായതിന് ട്രാൻസ്പോർട്ടർമാർക്ക് 7% കമ്മീഷനോളമാണ് CMRL നൽകിയിരിക്കുന്നത്. ചോദ്യം ചെയ്യലിൽ ട്രാൻസ്പോർട്ടർമാർ തന്നെ ഇഡിക്ക് മുന്നിൽ ഈ സത്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞതോടെയാണ് 139 കോടിയുടെ വ്യാജ ചെലവുകളുടെയും അതിൽ നിന്നൊഴുകിയ മാസപ്പടിയുടെയും ചുരുളഴിയുന്നത്. 2024 ഏപ്രിൽ മാസത്തിലാണ് CMRL എക്സാലോജിക് സാമ്പത്തിക ഇടപാടിൽ ഇഡി ഔദ്യോഗികമായി ECIR രജിസ്റ്റർ ചെയ്യുന്നത്. കേസെടുത്ത ഉടൻ തന്നെ ഇഡി കാണിച്ച വേഗതയും കൃത്യതയുമാണ് ഈ ഒരു കേസിന്റെ ഭാവി നിർണയിച്ചത്. ചോദ്യം ചെയ്യലിനായി ഇഡി പലതവണ സമൻസ് അയച്ചിട്ടും ശശിധരൻ കർത്ത ഹാജരാക്കാൻ ആദ്യമൊന്നും തയ്യാറായിരുന്നില്ല. തുടർന്ന് അദ്ദേഹത്തിന്റെ ആരോഗ്യ പ്രശ്നങ്ങൾ കൂടി പരിഗണിച്ച് 2024 ഏപ്രിലിൽ ഇഡി ഉദ്യോഗസ്ഥർ നേരിട്ട് കർത്തയുടെ വീട്ടിലെത്തി മൊഴി രേഖപ്പെടുത്തുകയായിരുന്നു. ആ വീട്ടിൽ വെച്ച് നടന്ന മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിലാണ് കർത്ത ആ സത്യം വിളിച്ചു പറയുന്നത്. CMRLന് വീണയുടെ കമ്പനി യാതൊരുവിധ സേവനവും നൽകിയിട്ടില്ല. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനുമായുള്ള വ്യക്തിപരമായ അടുപ്പത്തിന്റെ പേരിലാണ് വീണയുടെ സ്ഥാപനത്തിന് തങ്ങൾ പണവും കരാറും ഒക്കെ നൽകിയത്. CMRLന് താൻ സേവനമൊന്നും നൽകിയിട്ടില്ലെന്ന് വീണ ടി തന്നെ സമ്മതിച്ചിട്ടുണ്ടെന്ന കാര്യവും ഇഡിയുടെ ഔദ്യോഗിക റിപ്പോർട്ടിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സേവനം നൽകാതെ ഒരു സ്വകാര്യ കമ്പനിയിൽ നിന്ന് മകൾ മാസപ്പടിയായി കോടികൾ വാങ്ങിയെങ്കിൽ അതിന് പകരമായി സംസ്ഥാന ഭരണാധികാരി എന്താണ് ആ കമ്പനിക്ക് തിരികെ നൽകിയത്? 2016 മുതൽ 21 വരെയുള്ള കാലയളവിലെ ഒന്നാം പിണറായി വിജയൻ സർക്കാരിന്റെ ഭരണകാലത്ത് CMRL എന്ന കമ്പനിക്ക് എന്തെങ്കിലും തരത്തിലുള്ള വഴിവിട്ട സഹായങ്ങൾ നൽകിയിട്ടുണ്ടോ? കരിമണൽ ഖനനവുമായി ബന്ധപ്പെട്ട പാരിസ്ഥിതിക അനുമതികൾ, KSIDC വഴിയുള്ള വഴിവിട്ട തീരുമാനങ്ങൾ എന്നിവയിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ടിട്ടുണ്ടോ? പണം നൽകിയത് വ്യക്തിപരമായ അടുപ്പം കൊണ്ടാണെന്ന് കർത്ത തുറന്നു പറഞ്ഞ സ്ഥിതിക്ക് അത് കേവലം ഒരു ബിസിനസ് തുകയല്ല, മറിച്ച് ഭരണാധികാരിക്ക് നൽകിയ കൈക്കൂലിയാണെന്ന നിയമപരമായ നിഗമനത്തിലേക്കാണ് ഇഡി എത്തിച്ചേരുന്നത്. ഇതോടെ കേസിന്റെ അന്വേഷണം പൂർണ്ണമായും അന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയനിലേക്ക് നീളുകയാണ്. എക്സാലോജിക് എന്ന വ്യാജ IT കമ്പനിയുടെ മറവിൽ മാസപ്പടിയും പടിയിളക്കൽ തുകയും വാങ്ങിയവർക്ക് ഇനി ഒളിച്ചോടാൻ ഇടമില്ലാത്ത വിധം കുരുക്ക് മുറുകിയിരിക്കുകയാണ്. ഇൻവോയ്സ് വാങ്ങാതെ 45 ലക്ഷവും ലേക്കർ ഇന്ത്യ വഴി നടത്തിയ ദുരൂഹ ഇടപാടുകളും 7% കമ്മീഷനിൽ പ്രവർത്തിച്ച കള്ളപ്പണ റാക്കറ്റും ഇഡി തരിപ്പണമാക്കി കഴിഞ്ഞു. ബാങ്ക് അക്കൗണ്ടുകൾ കണ്ടുകെട്ടുകയും കർത്തയുടെ വെളിപ്പെടുത്തലുകൾ ഒന്നൊന്നായി പുറത്തു വരികയും ചെയ്യുമ്പോൾ അധികാരത്തിന്റെ തണലിൽ എന്തും ചെയ്യാമെന്ന് കരുതിയവർക്ക് കാലം കാത്തുവെച്ച തിരിച്ചടിയാണിത്. മകൾ വീണയ്ക്ക് നൽകിയ പണം പിണറായിക്ക് നൽകിയതാണെന്ന് ശശിധരൻ കർത്ത വിളിച്ചു പറഞ്ഞതോടെ ഇനി അന്വേഷണ ഏജൻസികളുടെ ചോദ്യങ്ങൾ നേരിടേണ്ടത് മുൻ ഭരണാധികാരി തന്നെയാണ്. വരും ദിവസങ്ങളിൽ അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിയുടെ കണ്ടുകെട്ടൽ ഉത്തരവും ഇഡിയുടെ നിർണായക ചോദ്യം ചെയ്യലുകളും വരുമ്പോൾ മാത്രമേ കേസിന്റെ നിർണായക വിവരങ്ങൾ പുറത്തുവരികയുള്ളൂ.